എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അനാർക്കലിയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. ടീച്ചറിന്റെ ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകില് നമ്മുടെ സിദ്ധുവിനെ കൈയോടെ പിടിച്ച് നമ്മുടെ ലച്ചു, അതെ പ്രേക്ഷകരെ, എന്ന് ഭയങ്കരമായിട്ട് ഒരു എപ്പിസോഡാട്ടോ. നമ്മുടെ സിദ്ധുവിന്റെ കള്ളത്തരങ്ങളും മൊത്തം നമ്മുടെ ലച്ചു പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ രാവിലെ മുതൽ നമ്മുടെ സിദ്ധുവിന് ആകപ്പാടെ ഒരു പരവശം, ആകപ്പാടെ മൊത്തത്തിലൊരു കള്ളത്തരം. അപ്പൊ നമ്മുടെ ലച്ചുവിന് കുറെ സംശയങ്ങൾ തോന്നുന്നുണ്ട്. സിദ്ധു ലച്ചുവിനെ കാണുമ്പോൾ ഫോൺ ഇങ്ങനെ മാറ്റി വെക്കുന്നു. ലച്ചുവിനെ കാണുമ്പോൾ ഫോൺ വിളിച്ചിരുന്ന, എന്താ പറയാ, കോൾ ചെയ്തിരുന്ന സിദ്ധു അത് കോള് പെട്ടെന്ന് കട്ട് ചെയ്യുന്നു. ആ ലച്ചുവിന് ആകപ്പാടെ സംശയത്തോട് സംശയം. അപ്പൊ കേശുവും പറയുന്നുണ്ട്, സിദ്ധുവിന് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് നമ്മുടെ കേശുവും ഇങ്ങനെ കൊളുത്തി കൊടുക്കുന്നുണ്ടേ. കേശു 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഉപ്പുമുളകിലേക്ക് തിരികെ വരുവാട്ടോ. ഭയങ്കര സന്തോഷമല്ലേ. പിന്നീട് നമ്മുടെ ലച്ചു ഇങ്ങനെ ഭവാനി അമ്മൂമ്മയോടും കനകാന്റിയോടൊക്കെ പറയുന്നുണ്ട്, സിദ്ധുവിന് എന്തോ പന്തികേടുണ്ട് അമ്മൂമ്മേ എന്നിങ്ങനെ പറയുകയാണേ. ലാസ്റ്റ് നമ്മുടെ പാറക്കുട്ടി നോക്കുമ്പോൾ നമ്മുടെ സിദ്ധുവിന്റെ മുറിയിൽ നിന്നും, അതായത് സിദ്ധുവിന്റെ ലച്ചുവിന്റെ മുറിയിൽ നിന്നും ഒരു ഗിഫ്റ്റ് പാക്ക് കിട്ടുന്നു. അത് നമ്മുടെ പാറക്കുട്ടി കൊണ്ടുവന്ന് നമ്മുടെ ലച്ചുവിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധുവളയും ചേച്ചിക്ക് വേണ്ടി മേടിച്ചു വെച്ചതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധുവളയും കേശുവളയും എടുത്ത്, അയ്യോ എല്ലാം തൊലഞ്ഞു, ഇത് ലച്ചുവിനുള്ളതല്ല എന്ന് നമ്മുടെ സിദ്ധുവളയും പറയുന്നുണ്ട്. അപ്പൊ കേശുവളയും ചോദിക്കുന്നുണ്ട്, പിന്നെ ആർക്കുള്ളതാ എന്നിങ്ങനെ ചോദിക്കുന്നതും കാണാം. കൃത്യമായിട്ട് നമ്മുടെ ടീച്ചർ, നമ്മുടെ പണ്ട് നമ്മുടെ സിദ്ധുവിന്റെ ഒപ്പം പഠിച്ചെന്ന് പറഞ്ഞ ടീച്ചറില്ലേ, ആ ടീച്ചർ കയറി വരുന്നതും കാണാട്ടോ. അപ്പൊ നമ്മുടെ കേശു ചോദിക്കുന്നുണ്ട്, ആ ടീച്ചറിന് വേണ്ടിയുള്ള ചുരിദാറാണോ അത് എന്ന് നമ്മുടെ സിദ്ധുവിനോട് ചോദിക്കുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അതേടാ ഞാൻ തെണ്ടിപ്പോയടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്നെ രക്ഷിക്കാൻ ആര് വരോടാ എന്ന് നമ്മുടെ സിദ്ധുവളിന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ടീച്ചർ വരും. നമ്മുടെ ലച്ചു സത്യങ്ങളൊക്കെ അറിയും. ആ ടീച്ചർക്ക് വേണ്ടിയാണ് നമ്മുടെ സിദ്ധുവളിയും ചുരിദാർ മേടിച്ച് വെച്ചതെന്ന് അറിയും. അപ്പൊ ഇനി എന്തൊക്കെ പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ സിദ്ധുവിന്റെ തലമാണ്ട അടിച്ച് പൊട്ടിക്കും മിക്കവാറും നമ്മുടെ ലച്ചു. അല്ലേ കൂട്ടുകാരെ, കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറം ദി മലയാളി സൈനിങ് ഓഫ്.